അതേതാടാ പുതിയ ചെക്കൻ? എല്ലാവരും കൂടെ ഓടുക അവനെ കാണാൻ വേണ്ടി. അതാ സ്പോർട്സ് കോട്ടയിൽ വന്ന ചെക്കനല്ലേ? ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നാന്ന് പറഞ്ഞത്. ചെക്കൻ ചെറിയൊരു സെലിബ്രിറ്റിയാ. എന്നാ വാ നമുക്ക് പോയി നോക്കാം. വാ. എവിടെ? ഇതാ അവിടെ. വേണ്ടടി, ഭാഗത്തിന് വിട്ടേക്ക്. ക്ലാസ്സിൽ പോടാ. വേറെ ഒരു പണിയില്ലല്ലേ? വാ ചാടിടാ. പുതിയ വന്ന സെലിബ്രിറ്റി ചെക്കനുള്ളത്. അലീഷ, എവിടാ? ഈ ലെറ്റർ നോക്ക് അലീഷ. ഇതെന്തൊരു ഭീഷണി പോലെ. അതെന്താ ലെറ്ററോ? നോക്കട്ടെ. അതൊന്നുമില്ല. നിനക്ക് ആ ലെറ്റർ കാണിച്ചു കൊടുത്തൂടെ? എന്തിനാ ചെറുക്കന് വെറുതെ ഞാൻ വിളിച്ചത്? അഞ്ജന, ബാ ഇവിടെ ഇരിക്കാം. അത് നീ ഉണ്ടാ പുതിയ വന്ന ചെക്കന്? അവന് നിന്റെ അലീഷനൊരു നോട്ടുണ്ടെന്ന് പറഞ്ഞ. ഇതാടെ വരുന്നു. ആസിഫ്, നിങ്ങൾ തമ്മിൽ അറിയോ? സുഖല്ലേ? അലീഷ, പുതിയ ലെറ്റർ. പുതിയ ടോപ്പിൽ അടിപൊളി ആയിട്ടുണ്ട്. ഇതാരണീ അയക്കുന്നത്? അലീഷക്ക് പുതിയ ലെറ്റർ വന്നിട്ടുണ്ട്. നോക്കട്ടെ. ഈ ടോപ്പ് ഓൻ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇടണം. എന്തിനാ ചെക്കന് ദേഷ്യം? ഒരു രസല്ലേ? എല്ലാരും ഇങ്ങനെ പറയുന്ന കേട്ടു. ഞാൻ ജസ്റ്റ് ചോദിച്ചൊന്നുള്ളൂ. അതിലെന്തേലും സത്യം ഉണ്ടോ? അലീഷ, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നേ? നിനക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒന്ന് ആലോചിച്ചൂടെ?
സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. ഇത് സസ്പെൻഷൻ ഉറപ്പാ. ആ പെണ്ണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ സസ്പെൻഷൻ എങ്കിൽ അങ്ങനെ. നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? എന്തിനു ഇവരോടൊക്കെ സംസാരിക്കാൻ പോണേ? സസ്പെൻഷൻ ഉറപ്പാ. സസ്പെൻഷൻ ആ പെണ്ണ് ഡിസ്മിസിലാക്കും. നീ അവളോട് പോയെന്ന് സോറി പറ. ഞാൻ വരാം, കാല് പിടിക്കാം നമുക്ക്. എന്റെ പട്ടി പറയും സോറി. അതാരാ പെണ്ണ്? അതാണ് അലീഷ. കുറച്ച് വിഷയമാണ്. ഇപ്പം തന്നെ എന്തോ പ്രോബ്ലം ആയിട്ടാണ് പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. നിന്റെ ആസിഫ് നോക്കുന്ന പെണ്ണോ? ഓ, ആസിഫിൻ്റെ പെണ്ണാണോ? ശരിയാക്കി കൊടുക്കാം. ഞാൻ പറയുന്നത് ഇതിപ്പോൾ നിനക്ക് തന്നെയാണ് ക്ഷീണം ചെയ്യുക. നീ അവളോട് പറഞ്ഞത് നിന്റെ പാരൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാകുന്നത് നിനക്ക് തന്നെയാണ്. അത് വേണോ? ഞാൻ ജസ്റ്റ് ഒരു എന്തായാലും നിന്റെ വീട്ടിലറിയും. ഞാൻ പറയുന്നത് നിനക്കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ കംപ്ലൈന്റ് ക്യാൻസൽ ചെയ്യും. നീ എന്താ പറയുന്ന അജു? അവളെ വെറുതെ വിടാനോ? അവക്കുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം. ഞാനുണ്ട് നിന്റെ കൂടെ സപ്പോർട്ടിന്. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? മനുഷ്യന്റെ ടെൻഷൻ ആക്കാനായിട്ട്. ഇനി മേലാലും നീ എന്റെ കൂടെ അല്ലാണ്ട് ഈ ക്ലാസ് റൂമിന്റെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അലീഷ, ആ പെണ്ണ് കംപ്ലൈന്റ് റിട്ടേൺ ചെയ്തു. അതെന്താ അവള് പെട്ടെന്ന് കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞ? ഇതിലെന്തോ കളിയുണ്ട്. നീ ഒന്ന് പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. നീ ഒന്ന് അടങ്ങിയിരിക്കും. അവരെന്തോ പ്ലാൻ ചെയ്യുന്നു ഉറപ്പാ. ഹായ്, അലീഷയായിട്ട് സീനായ കുട്ടി എൻ്റെ കസിനാണ്. അവളോട് സംസാരിച്ച് കംപ്ലൈൻറ്റ് റിട്ടേൺ വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഡ്രോപ്പ് ആക്കി തരട്ടെ? അലീഷ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിന്റെ ഫ്രണ്ടിനോട് പറ. ഞാൻ പറഞ്ഞ ഇവൾ കേൾക്കൂല. ഞാൻ പറഞ്ഞാലാണോ കേൾക്കുക? എന്താ പ്രശ്നം? എന്താ? നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറ. എല്ലാരും കയറി വിശ്വസിക്കരുത്. ആരെ വിശ്വസിച്ചു? എന്നോട് എന്തേ സംസാരിക്കണ്ട? അത് എന്നോട് നേരിട്ട്. ഇവളുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ? അതും അല്ല പറയാൻ. ഓരോരുത്തർക്കും എന്തൊക്കെ ഉദ്ദേശം കാണും നമുക്ക് പറയാൻ പറ്റൂല. നീ ആരുടെ കാര്യം പറയുന്ന? അത് പറയേ. പുതിയതായിട്ട് വന്ന ആരുടെ ഉദ്ദേശം ശരിയല്ല. ഇവൻ എന്തൊക്കെ പറയുന്നേ? ഞാൻ ആരെ വിശ്വസിച്ചു? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ ഇവളുടെ ഇഷ്ടം. എന്താ നീ ചെയ്ത ഇപ്പോ? എടാ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ആ പുതിയ ചെക്കനില്ലേ, അവന്റെ കസിനാണ് ആ പെണ്ണ്. അവനാണത്ര അവളോട് സംസാരിച്ച് ആ കംപ്ലൈന്റ് ക്യാൻസൽ ചെയ്യിച്ചത്. ഞാൻ അവനോട് ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. പിന്നല്ലേ വിശ്വസിക്കല്ലേ?